നവകേരള രക്ഷാപ്രവർത്തന കേസിൽ കഴിഞ്ഞ ദിവസം ADGP അജിത് കുമാറിനെ DGPക്ക് മുമ്പിൽ ഹാജരായി വിശദീകരണം നൽകാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പറയുന്നത് ADGP അജിത് കുമാർ പറയുന്നത് തനിക്ക് വിശദീകരണം നൽകാൻ കുറച്ചുകൂടി സമയം വേണം എന്നാണ്. അപ്പോൾ എന്താ തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയമാണോ അദ്ദേഹം ചോദിക്കുന്നത്? നമ്മുടെ സംസ്ഥാന പോലീസ് സേനയിലെ ഏറ്റവും ക്രൂക്കഡായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണെന്നുള്ള ചോദ്യത്തിന് ആ ഒരു ഉത്തരം വരുന്നത് ADGP MR അജിത് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഈ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളുടെയും എല്ലാ പഴുതുകളും അടച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു അന്വേഷണ കമ്മീഷൻ്റെയും അല്ലെങ്കിൽ DGPയുടെയും മുന്നിൽ ഇതുപോലൊരു വിശദീകരണം നൽകാൻ തയ്യാറായിരിക്കുന്നത്. ഈ 31-നാണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ DGP ആയ നിതിൻ അഗർവാൾ റിട്ടയർ ആവുന്നത്. ആ ഒരു സ്ഥാനത്തേക്ക് പിന്നെ പരിഗണിക്കാൻ ഏറ്റവും സീനിയോറിറ്റി ഉള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ADGP ആയ അജിത് കുമാറാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തനിക്ക് ലഭിക്കേണ്ട ആ ഒരു പ്രമോഷൻ അത് നഷ്ടപ്പെടുത്താൻ അജിത് കുമാർ ഒരു കാരണവശാലും തയ്യാറാവില്ല. അതിനു വേണ്ടി ഏത് തരത്തിലുള്ള ഒരു ഫോൾ പ്ലേ നടത്താൻ അല്ലെങ്കിൽ എന്തും ചെയ്യാനുള്ള ഒരു വ്യഗ്രതയിലാണ് അജിത് കുമാറിൻ്റെ ആ ഒരു കുറച്ച് കാലതാമസം വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുമ്പിൽ അല്ലെങ്കിൽ DGPക്ക് മുമ്പിൽ ഈ അജിത് കുമാർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, താൻ ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല, അല്ലെങ്കിൽ കേസ് ഡയറി തിരുത്താനോ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനോ അല്ലെങ്കിൽ കുറ്റകൃത്യം നടത്തിയവരെ രക്ഷിക്കാനോ ഈ കാര്യത്തിലൊന്നും തൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് താൻ വയനാട് ദുരിതബാധിത പ്രദേശത്തെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ എൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അതായത് ആലിബൈ, അതായത് ഒരു കുറ്റകൃത്യം നടന്നു എന്ന ഒരു സമയത്ത് ഈ ഒരു ആരോപിക്കപ്പെടുന്നയാൾ മറ്റൊരു സ്ഥലത്താണ് എന്നുള്ള രീതിയിലുള്ള ഒരു വകുപ്പാണ് ആലിബൈ. ആ ഒരു നിയമം ഇദ്ദേഹത്തെ രക്ഷിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷേ ആ ഒരു വയനാടാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർദ്ദേശങ്ങൾ ഫോൺ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുഖേനയോ കേസ് ഡയറി തിരുത്താൻ ഈ ഒരു 2 ഗ്രേഡ് SIമാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിശദീകരണം അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള ഒരു തെളിവുകളോടെയുള്ള പോയിന്റുകൾ SIT നൽകിയിട്ടുണ്ട്. അതാണ് ഈ ആദ്യം ഈ ഒരു കേസ് ഡയറി DGPക്ക് സമർപ്പിച്ചെങ്കിലും തിരിച്ചയച്ചത് നമ്മൾ അറിഞ്ഞിരുന്നല്ലോ. അതായത് വ്യക്തമായ തെളിവുകൾ പോരാ, ഈ ഒരു സമയത്ത് വയനാട്ടിലായിരുന്ന അജിത് കുമാർ എങ്ങനെ ഫയൽ തിരുത്താൻ അല്ലെങ്കിൽ കേസ് ഡയറി തിരുത്താൻ നിർദ്ദേശം നൽകുമെന്ന ഒരു സംശയത്തിൻ്റെ ഒരു ആനുകൂല്യത്തിൽ DGP ആ കേസ് ഡയറി അല്ലെങ്കിൽ ആ റിപ്പോർട്ട് തിരിച്ചയക്കുകയായിരുന്നു. രണ്ടാമത് SIT സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കാര്യകാരണ സഹിതം ഇദ്ദേഹം അവിടെ ആയിരുന്നെങ്കിലും വ്യക്തമായിട്ടുള്ള നിർദ്ദേശം ഈ ഒരു 2 ഗ്രേഡ് SIമാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ വിശദീകരണം DGPക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ DGPയെ നേരിട്ട് വിളിപ്പിക്കുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൊഴി പൂർണ്ണമായും വിശ്വാസയോഗ്യമാക്കാതെ ഒരു സംശയപരിധിയിൽ നിർത്തിയിരിക്കുന്നതും. ഇപ്പം പുറത്തു വരുന്നത് വെച്ചെന്ന് വെച്ചാൽ വയനാട്ടിൽ ആയിരുന്നു, പക്ഷേ വയനാട്ടിൽ ആ ഒരു ദുരന്തം മറയാക്കി ഈ കേസ് അട്ടിമറി നടത്താനായിരുന്നു ADGP നടത്തിയതെന്നുള്ള അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ലഭിച്ചു എന്നായിരുന്നു SIT പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ DGP അജിത് കുമാറിനെ നേരിട്ട് വിളിച്ചിരുന്നതുമൊക്കെ. ഇപ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു വയനാടിൻ്റെ ദുരന്തത്തിൽ ഇങ്ങനെ ചെയ്തു എങ്കിൽ ഇതുപോലെ പല പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ഈ രക്ഷാപ്രവർത്തന കേസിന് അല്ലാതെ തന്നെ ഈ ADGP എന്നുള്ളൊരു തൻ്റെ സ്ഥാനം വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും ഒന്ന് അന്വേഷിച്ചാൽ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയില്ലേ? അതായത് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ആ കേസ് ഡയറി അട്ടിമറിച്ച ഒരു കറുത്ത കരങ്ങൾ അജിത് കുമാറിൻ്റേതാണെന്ന് വ്യക്തമായ ഒരു തെളിവോടെ തെളിയുകയാണെങ്കിൽ തനിക്ക് കിട്ടേണ്ടിയിരുന്ന ആ ഒരു DGPയുടെ പദവി അത് അജിത് കുമാറിൽ നിന്ന് തട്ടി നീക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ ആ ഒരു സർവീസ് റെക്കോർഡിൽ ഒരു ബ്ലാക്ക് മാർക്ക് അവശേഷിക്കുന്നു. തുടർന്ന് സർക്കാർ ഈ അജിത് കുമാറിനെ സസ്പെൻഷന് വേണ്ടി റെക്കമെൻഡ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും അജിത് കുമാർ ചെയ്തു വെച്ചിരുന്ന പഴയ വിവാദങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ശബരിമലയിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു കുറ്റകൃത്യം, RSകാരുടെ അടുത്തേക്ക് ഈ ഒരു ദൂതനായി പോയ ഒരു വിവാദം, ഈ കാര്യങ്ങളിലെല്ലാം വലിയൊരു അന്വേഷണം ഈ കേസിന് ചുവട് പിടിച്ച് വാല് പിടിച്ച് വരും. അപ്പോൾ അത്
പൂർണ്ണമായും ഈ ഒരു അജിത് കുമാറിന് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഈ ഒരു രക്ഷാപ്രവർത്തനം അട്ടിമറിച്ച ഈ കേസിൽ നിന്നും എങ്ങനെ ഒഴിവാകാം, അല്ലെങ്കിൽ എങ്ങനെ എസ്കേപ്പ് ആവാം എന്നുള്ളൊരു തലപൊളിച്ചുള്ള ആലോചനയിലാണ് അജിത് കുമാർ. അതുമാത്രമല്ല, ഈ അജിത് കുമാറിൻ്റെ നടപടി വൈകുന്നതനുസരിച്ച് ഈ നമ്മുടെ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇദ്ദേഹം കാരണം ഏറ്റവും കൂടുതൽ ബലിയാടായത് ആ 2 ഗ്രേഡ് SIമാരാണ്. അവർക്ക് ഏറെക്കുറെ സർവീസിൽ ഒരു സസ്പെൻഷൻ വന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. എപ്പോഴാണേലും സസ്പെൻഷനിലേക്ക് കിടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവരുടെ ആ ഒരു സർവീസ് ഹിസ്റ്ററിയിലും ഈ അജിത് കുമാർ കാരണം ബ്ലാക്ക് മാർക്ക് വന്നു വീണു. അപ്പോൾ കൂടുതൽ കീഴുദ്യോഗസ്ഥർക്കെല്ലാം അജിത് കുമാറിനോടുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു എതിർപ്പ് ഈ ഒരു കേസിലും അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ADGP നടത്തിയ പല കാര്യങ്ങളും താഴെയുള്ള SIമാർക്കും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറിയാം. പക്ഷെ അദ്ദേഹത്തെ വരുന്നായിരുന്നു കുറേ പേരും ഇതിനെ സാക്ഷി പറയാനോ ഒന്നും മുന്നോട്ട് വരാതിരുന്നത്. അതിനിടയ്ക്കായിരുന്നു 2 ഗ്രേഡ് SIമാർ മുന്നോട്ട് വന്നതും അവർക്ക് സംഭവിച്ചത്. അതായത് തങ്ങളെ പ്രഷർ ചെയ്ത് റിപ്പോർട്ട് തിരുത്തി എന്നുള്ള സത്യാവസ്ഥ അവർ പുറത്ത് പറഞ്ഞതുമൊക്കെ. അപ്പം ഈ ADGPക്ക് ഇപ്പോൾ സമയം നൽകി ഈ കേസിൽ നിന്ന് ഊരി വന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ആ 2 ഗ്രേഡ് SIമാർക്കല്ലേ, അവർക്ക് ബ്ലാക്ക് മാർക്ക് മാത്രമല്ല ഈ ADGPയിൽ നിന്ന് ഇനി കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലേ? അല്ല, ഇനി ഈ ഒരു ആരോപണം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് പദവിയിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബ്യൂക്കോ CMD പദവിയിൽ ഇരുത്തിയിരിക്കുന്നത്. ഇനി ഒരു കാരണവശാലും UDF സർക്കാർ ഇറങ്ങുന്നവരെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം വരെ അജിത് കുമാർ ഇനി പോലീസിൻ്റെ യൂണിഫോം ധരിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ഇപ്പോൾ അജിത് കുമാറിന് താല്പര്യമുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ തന്നെ പോലീസിൻ്റെ തലപ്പത്തുണ്ടല്ലോ, അവർ വഴി ഈ SIമാർക്ക് അല്ലെങ്കിൽ ഈ കുറ്റം സംബന്ധിച്ച ആ ഒരു ഗ്രേഡ് SIമാർക്കെതിരെ എന്തെങ്കിലും സർവീസ് പരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കിടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ നമ്മുടെ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു ക്രൂക്കഡായിട്ടുള്ള ഒരു പ്രതികാര ബുദ്ധി അല്ലെങ്കിൽ പ്രതികാര നടപടി ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു ADGPയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നത് തനിക്ക് ആ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല എന്നാണ്. SIT പൂർണ്ണമായിട്ട് ഒരു പഴുതുപോലും ഇല്ലാതെയുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയായിരിക്കും ഇത്രയും കാലതാമസം എടുക്കുന്നത് തന്നെയല്ലേ? അതായത് ഈ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി കൈമാറി ആ സെക്രട്ടറി വഴി ഹോം മിനിസ്റ്റർക്കും അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർക്കും കിട്ടിയാലേ ഇതിൽ ഒരു തുടർ നടപടി ഉണ്ടാവുകയും കൂടുതൽ മറ്റ് അന്വേഷണങ്ങൾക്കായിട്ടുള്ള നടപടി അല്ലെങ്കിൽ സസ്പെൻഷൻ പോലുള്ള നടപടികളിലേക്ക് കിടക്കാൻ സാധിക്കൂ. അത് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞതും. അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ ഈ അജിത് കുമാറിൻ്റെ വിശദീകരണത്തിന് ശേഷം സ്ക്രീനിങ് കമ്മിറ്റി ഈ റിപ്പോർട്ട് DGP ആഭ്യന്തര സെക്രട്ടറിക്ക് അവിടുന്ന് മന്ത്രിമാരിലേക്ക് എത്തുന്നത് വരെയുള്ളൂ ADGPയുടെ ആ ഒരു രക്ഷപ്പെടാനുള്ള ഒരു സമയം.